യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന 9 ദിനങ്ങളുടെ 6-ാമത്തെ ദിവസമാണിന്ന്. ഈ 5 ദിവസങ്ങളിലും പങ്കെടുത്ത നിങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവകരങ്ങളിൽ നിങ്ങളെ സമർപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ കാര്യങ്ങൾ സംഭവിക്കണമെന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നല്ല അനുഗ്രഹമായിട്ട് മാറും. ഇന്നും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരെ, മുടങ്ങാതെ പങ്കെടുക്കുന്നവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാതിരിക്കില്ല. ഇപ്പോൾ സമയം 7 മണിയാണ്. നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ ചെലവഴിക്കുന്ന ഈ സമയം ദൈവാനുഗ്രഹമായി മാറട്ടെ. നമുക്കൊരു വചനം ശ്രവിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം 2-3 വാക്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാമോ? 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ഹെസക്കിയ ചുവരിലേക്ക് തിരിഞ്ഞ് മുഖം തിരിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഒരു ഭിത്തിയിലേക്ക് മുഖം ചേർത്ത് വെച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. തീവ്ര ദുഃഖത്തിൽ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണത്. പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ എത്ര വിശ്വസ്തയോടും ആത്മാർത്ഥതയോടും കൂടെയാണ് അങ്ങയുടെ മുമ്പിൽ വർത്തിച്ചത് എന്ന് അങ്ങ് ഓർക്കണമേ. എൻ്റെ ജീവിതം ഞാൻ എങ്ങനെയൊക്കെയാണ് ദൈവസന്നിധി ചെലവഴിച്ചത്, പ്രാർത്ഥിച്ചത്, പ്രവർത്തിച്ചത് നീ ഓർക്കണമേ. 4-ാമത്തെ വാക്യം. പിന്നെ അവൻ ഉച്ചത്തിൽ കരഞ്ഞു, ദുഃഖത്തോടെ കരഞ്ഞു, സങ്കടത്തോടെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അടുത്ത വാക്യമാണ്, കൊട്ടാരത്തിൻ്റെ അങ്കണം വിടുന്നതിന് മുൻപേ യെശയ്യായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. അവിടെ വാക്ക് ശ്രദ്ധിച്ചോ? കൊട്ടാരത്തിൻ്റെ അങ്കണം വിടുന്നതിന് മുൻപ്. നമ്മൾ ഈ നൊവേനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് 9 ദിവസം തീരുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടാകണം, ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകണം, ദൈവത്തിൻ്റെ അത്ഭുതം കാണാൻ പറ്റണം. എങ്ങനെ? ഈ പ്രാർത്ഥന തീരും മുമ്പ്, ഈ 9 ദിവസങ്ങൾ അവസാനിക്കുന്നതിന് മുമ്പ് എൻ്റെ കാര്യത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കണം. കർത്താവെ, കരഞ്ഞ് ദുഃഖത്തോടെ പ്രാർത്ഥിച്ചു കരഞ്ഞു പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതം ചെയ്യും, ദൈവം ഇടപെടും, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടും. നമുക്കും ഇതുപോലെ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നടക്കുവാൻ പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന തീരും മുമ്പേ, കർത്താവെ, അങ്ങയുടെ അനുഗ്രഹം എനിക്ക് വേണം, അങ്ങയുടെ ഉത്തരവ് എനിക്ക് വേണം. പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വയ്ക്കുന്നു, നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നു. നമുക്കങ്ങനെ ഈ 6-ാമത്തെ ദിവസം പ്രാർത്ഥനയിലായിരിക്കാം. പ്രതീക്ഷയോടെ നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ. 6-ാമത്തെ ദിവസത്തെ സമർപ്പിക്കാം. ഈ നൊവേനയിൽ പങ്കെടുക്കുന്നവരെ ഓർക്കുന്നു, ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. കർത്താവ്, 6-ാം ദിവസത്തിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെ, കുടുംബങ്ങളെ, മുടങ്ങാതെ പങ്കെടുക്കുന്നവരെ അനുഗ്രഹം ലഭിക്കുന്ന 9 ദിവസങ്ങളിലെ ഈ ദിവസത്തെ അങ്ങ് ഏറ്റെടുക്കണമേ. അങ്ങയെ ഞങ്ങളുടെ രക്ഷകനും നാഥനും കർത്താവുമായി ഏറ്റുപറഞ്ഞ് ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങളെ സഹായിക്കുമെന്നും അങ്ങ് ഞങ്ങളെ രക്ഷിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, നന്ദി പറഞ്ഞു സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ. യൂദാവിശുദ്ധ സ്ലീഹ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നിന്ദാസർ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കാതെയാനീതേ. യൂദാവിശുദ്ധ സ്ലീഹ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ നിന്ദാസർ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കാതെയാനീതേ. 1-ാമത്തെ നിയോഗത്തിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യൂദാശ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥം ഈ നിയോഗത്തിൻ്റെ മേൽ ഇന്നുണ്ടാകട്ടെ. ഈ നിയോഗത്തിൻ്റെ മേൽ ഇന്നുണ്ടാകട്ടെ. മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യൂദാശ്ലീഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷ വിധിയായി
വിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ. എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് നമ്മളുടെ ആ ആവശ്യത്തെ, ആ നിയോഗത്തെ ഇപ്പോൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ. ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു. ആമേൻ. നസ്രായനായ യേശുവേ, വിശുദ്ധ യൂദാശ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിച്ച ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ. ആമേൻ, ആമേൻ. ഒരുമിച്ച് പറഞ്ഞേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രണ്ടാമത്തെ പ്രാവശ്യം പ്രാർത്ഥിക്കാൻ പോവാണ്. നമ്മുടെ നിയോഗത്തെ മനസ്സിലോർക്കാം, നമ്മുടെ പ്രാർത്ഥനയെ ഓർക്കാം. ദൈവത്തിൻ്റെ കടാക്ഷം നമ്മുടെ മേലുണ്ടാകുന്ന സമയമാണ്. ദൈവം നമ്മുടെ കുടുംബത്തെ, നമ്മുടെ പ്രാർത്ഥനയെ അനുഗ്രഹിക്കുന്ന സമയമാണ്. മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യൂദാശ്ലീഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷ വിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ. എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആ രണ്ടാമത്തെ ആവശ്യത്തെ, നിയോഗത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ കുടുംബത്തെ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. സമർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനകളെയും യേശുവേ അങ്ങയുടെ കരങ്ങളിൽ വിശുദ്ധ യൂദാശ്ലീഹായുടെ മാധ്യസ്ഥതയിൽ സമർപ്പിക്കുന്നു. ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ. ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു. ആമേൻ. നസ്രായനായ എൻ്റെ യേശുവേ, വിശുദ്ധ യൂദാശ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിച്ച ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ. ആമേൻ, ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. മൂന്നാമത്തെ പ്രാർത്ഥനാ നിയോഗത്തെ സമർപ്പിക്കുക. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യൂദാശ്ലീഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷ വിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ. എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആവശ്യത്തെ പറയുന്നു, ആ നിയോഗത്തെ സമർപ്പിക്കുന്നു. ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ. ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു. ആമേൻ. കരങ്ങളെ ഉയർത്തി നിയോഗ പ്രാർത്ഥന ചെല്ലുന്നു. നസ്രായനായ എൻ്റെ യേശുവേ, വിശുദ്ധ യൂദാശ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇത് 6ാമത്തെ ദിവസമാണ്. ഈ ദിവസങ്ങളെല്ലാം മുടങ്ങാതെ പങ്കെടുത്തവരുണ്ട്, ആരാധിച്ചവരുണ്ട്, വചനം കേട്ടവരുണ്ട്, പ്രാർത്ഥിച്ചവരുണ്ട്, നൊവേന ചൊല്ലിയവരുണ്ട്, നിയോഗത്തിൽ പ്രാർത്ഥിച്ചവരുണ്ട്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കും. നമുക്ക് ഈശോയുടെ ആശീർവാദം ഈ 6ാമത്തെ ദിവസം സ്വീകരിക്കാം. നാളെ ഇനിയുള്ള 3 ദിവസങ്ങൾ കുറെ കൂടി തീക്ഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സാധ്യമായ എല്ലാവരും ഒരുമിച്ച് കൂട്ടുക. ഈ 25 നോമ്പിനിടയിലുള്ള 9
ദിവസങ്ങളെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളൂ. അത് ക്രിസ്മസിന് ഒരു അനുഗ്രഹമാകട്ടെ, 25 നോമ്പിനും ഇതൊരു അനുഗ്രഹമാകട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥനയോടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു, കർത്താവേ സ്തുതിക്കുന്നു, ദൈവമേ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു, യേശുവേ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൂജ്യനാം പുണ്യതാതാ യേശുവിൻ സ്നേഹദൂതാ, യൂദാത്ത ദേവൂശ്രീ നിൻ പാദപീഠത്തിൽ കൈകൂപ്പി നിന്നിടുന്നു. പൂജ്യനാം പുണ്യതാതാ ഒറ്റിക്കൊടുത്തവന്റെ പേരിനാ പലരും മറന്നു നിന്നെയെങ്കിലും, ഒറ്റിക്കൊടുത്തവന്റെ പേരിലാ പലരും മറന്നു നിന്നെയെങ്കിലും, മഹിമ പ്രതാപമോടെ വാണിലും ഭൂവിലും ദീപ്തിയാർന്ന ദീപമേ.